മാഡം, ഉം. ആരാന്നേ? ആരാ വേണ്ടത്? ഇവിടെ സിംഗിൾ റൂം കാലിയാണെന്ന് താഴെ ഗേറ്റിൽ ടോയ്ലറ്റ് ബോർഡ് കണ്ടു. അതുകൊണ്ട് റൂം കണ്ടേച്ച് പോകാൻ വന്നതാ. അതെന്നെ, റൂമുണ്ട്. നിങ്ങൾ ബാച്ചലർ ആണോ? ഞാൻ ബാച്ചിലറാ. ശരി, നിങ്ങളുടെ കൂടെ ഇവിടെ എത്ര പേരുണ്ടാവും? ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണോ? റെന്റ് 8,000 ആണ്. നിങ്ങൾക്കിത് ഓക്കെ ആണോ? അതെയോ? 8,000 രൂപയോ? അതെ, ആ റൂമിൽ എല്ലാ ഫർണിച്ചറും ഉണ്ട്. ആ റൂമില് ബെഡ്, AC, വാട്ടർ ഹീറ്റർ എല്ലാം ഉണ്ട്. ഹും, നിങ്ങൾക്ക് ഈ വാടക കൊടുക്കാൻ പറ്റുമെങ്കിൽ റൂം ഇപ്പൊ തന്നെ നോക്കാം. ശരി. നിങ്ങളാദ്യം റൂം കാണിക്കുകയാണെങ്കിൽ നോക്കിയിട്ട് കൺഫേം ചെയ്യാം. ശരി, നിക്കൂ, ഞാൻ പോയി കീ എടുത്തോണ്ട് വരാം. ആ, ശരി മാഡം. ഉം. വരൂ, പോവാ. ഉം. ഇതാണ് റൂം. നിങ്ങൾ അകത്തു പോയി ഒരു പ്രാവശ്യം ചെക്ക് ചെയ്തോളൂ. ഉം. എല്ലാം ഓക്കെയാണ് മാഡം. പക്ഷെ അവിടെ കിച്ചൺ ഇല്ലേ? ഇല്ലെന്നേ, താഴെ ബോർഡില് ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ടല്ലോ, കണ്ടില്ലേ? ഈ റൂമില് കിച്ചൺ ഒന്നും തനിയായിട്ടില്ല. ഭക്ഷണമൊക്കെ പുറത്തുനിന്ന് കഴിച്ചിട്ട് താമസിക്കാൻ വേണ്ടി മാത്രം റൂം നോക്കുന്ന ആൾക്കാരില്ലേ, അങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ റൂം സെറ്റ് ആവാറ്. ഓക്കെ മാഡം, എനിക്ക് റൂം വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ റെന്റ് കുറച്ച് കുറയ്ക്കുവാണെങ്കിൽ നന്നായേനെ. ഇല്ലെന്നേ, നോർമലായിട്ട് ഈ ഏരിയയില് ഇങ്ങനത്തെ റൂമൊന്നും 10,000-ൽ താഴെ കിട്ടില്ല. പക്ഷേ നിങ്ങൾ ഒരാളല്ലേ താമസിക്കുന്നുള്ളൂ, അതുകൊണ്ടാ 8,000 എന്ന് പറഞ്ഞ്. പിന്നെ 5 മാസം അഡ്വാൻസ്, കൂടാതെ മെയിന്റനൻസ് 500 രൂപ തരണം. അങ്ങനെയാണോ? ശരി മാഡം, ഞാനിവിടെ അടുത്തുള്ള ATM-ലേക്ക് പോയിട്ട് പെട്ടെന്ന് കാശ് എടുത്തോണ്ട് വന്നേക്കാം. അങ്ങനെയാണോ? ശരി, നിങ്ങൾ വേഗം പോയി പണം എടുത്തോണ്ട് വരണേ. എന്തുകൊണ്ടാണെന്നാൽ നിങ്ങൾക്ക് മുമ്പ് 2-3 പേര് വീട് നോക്കിയിട്ട് പോയിരുന്നു. അവരും എന്നോട് ഫോൺ വിളിച്ച് ഇന്ന് അഡ്വാൻസ് തരാന്നാ പറഞ്ഞത്. നിങ്ങൾ ലേറ്റ് ആക്കിയാൽ ഞാൻ വീട് അവർക്ക് കൊടുക്കും. ഇല്ല വേണ്ട മാഡം, എനിക്ക് ഈ റൂം വളരെയധികം ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ റൂം ഇവിടെ മനസ്സില്ല മാഡം. ദയവേത് ആർക്കും കൊടുത്തേക്കരുത്. ഉം. ഞാൻ പോയി കാശ് എടുത്തിട്ട് വരാം. 10 മിനിറ്റ് കൊണ്ട് അഡ്വാൻസ് പണം മൊത്തം തന്നേക്കാം. ശരിയെന്നേ, ഒന്ന് വേഗം വന്നേക്കണേ. അതിരിക്കട്ടെ, നിങ്ങൾ എന്ത് ജോലിയാ ചെയ്യുന്നത്? ഞാൻ IT-ലാണ് ജോലി ചെയ്യുന്നത്. ഓ, അങ്ങനെയാണോ? ശരി, വേഗം പോയിട്ട് വരൂ. ഉം. ശരി മാഡം, ഞാൻ വേഗം ചെന്ന് കാശ് എടുത്തോണ്ട് വരാം. ശരി, നിങ്ങൾ വരുമ്പോ ID പ്രൂഫിന്റെ ജെറോക്സും എടുത്തോണ്ട് വരണേ. ആ, ശരി മാഡം. ഉം. മാഡം, ഉം. എന്താന്നേ, അഡ്വാൻസ് പണം കൊണ്ടുവന്നിട്ടുണ്ടോ? ആ കൊണ്ടുവന്നു മാഡം. ഉം. ഉം. ഇതില് 40,000 കറക്റ്റ് ആയിട്ടുണ്ട്. ഇതാ മാഡം, എൻ്റെ ID പ്രൂഫ് ചോദിച്ചിരുന്നു. അതിന് ജെറാക്സ് ആണ്. ഉം. ശരി, ഇവിടെ നിൽക്കൂ, ഞാൻ അകത്തു പോയി റൂമിന്റെ കീ എടുത്തോണ്ട് വരാം. ശരി മാഡം. ഉം. ഇതാ, 2 ദിവസത്തിനുള്ളിൽ അഗ്രിമെന്റ് സൈൻ ചെയ്തു തരാം. ഉം. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ആ, ശരി മാഡം. ശരി, നിങ്ങൾ എപ്പോഴാ താമസിക്കാൻ വരുന്നത്? നാളെ തന്നെ വന്നേക്കാം മാഡം. ശരി, രാവിലെ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. തീർച്ചയായും മാഡം. താങ്ക് യു. ഉം.
എൻ്റെ അമ്മ, അവസരം ഒരു നല്ല റൂം കിട്ടി. ശരി, പെട്ടെന്ന് റെഡിയായി ഓഫീസിലോട്ട് പോകാം. എന്താ മോളെ, ഇന്ന് കോളേജിൽ നിന്ന് നീ ഒരുപാട് നേരത്തെ വന്ന പോലുണ്ട്. അതെ അമ്മേ, ഇന്ന് കോളേജിൽ ക്ലാസ് ഹാഫ് ഡേ മാത്രമായിരുന്നു. അങ്ങനെയാണോ? ശരി, നിനക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടുവരട്ടെ? വേണ്ടമ്മേ, ഇപ്പോഴാ കോളേജ് ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചിട്ട് വന്നത്. അങ്ങനെയാണോ? കണ്ടിട്ട് വളരെ ടയേർഡ് ആയിട്ടുണ്ടല്ലോ. കാപ്പി കൊണ്ടുവരട്ടെ? വേണ്ടമ്മേ, ഞാൻ എന്തെങ്കിലും കൂൾ ഡ്രിങ്ക്സ് കുടിച്ചോളാം. ശരി പോ. അമ്മേ, അമ്മയ്ക്ക് കൂൾ ഡ്രിങ്ക്സ് വേണോ? വേണ്ട, എനിക്കൊന്നും വേണ്ട. ഹലോ ഹലോ കവിത, എന്റെ ഭർത്താവിന് ആക്സിഡന്റ് ആയി. നീ ഒന്ന് വേഗം വരൂ. അങ്ങനെയാണോ? നീ ഇപ്പൊ എവിടെയാ? ഞാൻ അങ്ങേരെ ജിഎച്ചിലേക്ക് കൊണ്ടുപോവാ. അങ്ങനെയാണോ? ശരി ശരി, നീ അവിടെ തന്നെ ഇരിക്കെ, ഞാൻ ഇപ്പൊ വരാം. അമ്മേ, എന്താ പറ്റിയേ? എടി, നമ്മുടെ ഗുരു അങ്കിളിന് ആക്സിഡന്റ് ആയത്രേ. അങ്ങനെയാണോ? എപ്പോ? ദാ ഇപ്പോ അദ്ദേഹത്തെ GH ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്ക. അങ്ങനെയാണോ? അങ്കിളിന് ഒരുപാട് മുറിവ് പറ്റിയിട്ടുണ്ടോ അമ്മേ? അറിയില്ല, ആന്റി ഒന്നും തെളിച്ചു പറഞ്ഞില്ല. പെട്ടെന്ന് പുറപ്പെട്ടു വരാൻ പറഞ്ഞു. ശരി, എനിക്ക് പെട്ടെന്ന് അവിടെ എത്തണം. നീ സൂക്ഷിച്ചിരിക്കണേ. നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് കോൾ ചെയ്യ്. ഞാൻ പോയിട്ട് വേഗം വരാം, മനസ്സിലായോ? ശരി അമ്മേ. ശരി, നേരം വൈകുന്നു, ഞാൻ എന്നാ പോട്ടെ. ശരി അമ്മേ. വന്ന് ഡോർ ലോക്ക് ചെയ്തിട്ട് അകത്തിരിക്കെ. ഞാൻ വേഗം പോയിട്ട് വരാം. ശരി. ആരാ നിങ്ങള്? എന്റെ പേര് ശ്രീധറാണ്. ഞാന് നിങ്ങളുടെ വീട്ടിലെ ടെറസിൽ ഒരു റൂമില്ലേ, അതിൽ പുതിയതായിട്ട് വാടകയ്ക്ക് വന്നിരിക്കുക. ഇന്ന് ഹൗസ് ഓണർ അഗ്രിമെന്റ് പേപ്പർ തരാന്ന് പറഞ്ഞിരുന്നു. അഗ്രിമെന്റ് പേപ്പർ റെഡി ആണെങ്കിൽ തരാൻ പറ്റുമോ? ഇല്ല, അമ്മ ഇപ്പഴാ പുറത്തു പോയത്. എനിക്ക് എഗ്രിമെന്റിനെ കുറിച്ചൊന്നും അറിയത്തില്ല. അമ്മ അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലായിരുന്നു. നിങ്ങള് നാളെ രാവിലെ വന്നിട്ട് അമ്മയടുത്തൊന്ന് ചോദിച്ചു വാങ്ങിക്കാവോ? അങ്ങനെയാണോ? ആ ശരി, നാളെ രാവിലെ നിങ്ങൾ അമ്മയുടെ അടുത്ത് തന്നെ ചോദിച്ചു വാങ്ങിച്ചേക്കാം. ആ ശരി.
അമ്മ വന്നോ? അങ്കിളിന് ഇപ്പൊ എങ്ങനെയുണ്ട്? അദ്ദേഹത്തിന് കാലില് ഫ്രാക്ചർ ഉണ്ട്. ഇപ്പൊ ICUവിലാണ്. അങ്ങനെയാണോ? ആക്സിഡന്റ് എങ്ങനെയാ നടന്നത്? അങ്കിള് ഓഫീസിലേക്ക് ബൈക്കിൽ പോകുമ്പോ ഒരു ചെറിയ ചെക്കൻ വേഗത്തിൽ വണ്ടി ഓടിച്ചോണ്ട് വന്ന് ഇടിച്ചതാണ്. ആ, അയ്യോ, അതെയോ? അതെ. ശരി, ഇപ്പൊ എന്താ ചെയ്യാ? പാവം നിന്റെ ആന്റി കരഞ്ഞോണ്ടിരിക്കുക. അയ്യോ, അവള് നാളെ എന്നോട് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. ആണോ? അതെ. ഉം. ശരി അമ്മേ. പിന്നെ മുകളിലൊരു പയ്യൻ വാടകയ്ക്ക് വന്നിട്ടില്ലേ? ഉം. അവൻ കുറച്ചു മുമ്പേ വന്നിട്ട് പോയായിരുന്നു. ഓ അമ്മ ആ പയ്യന് റെന്റൽ അഗ്രിമെന്റ് ഇന്ന് കൊടുക്കാന്ന് പറഞ്ഞായിരുന്നോ? ഓ. അത് ചോദിക്കാൻ വേണ്ടി വന്നതാ. ഉം. ഞാൻ അവന്റെ അടുത്ത് നാളെ രാവിലെ വന്ന് അമ്മയുടെ അടുത്തുനിന്ന് വാങ്ങിച്ചോന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണോ? ശരി. ഉം. ഹലോ. ഹലോ ദിനേശേ, എനിക്ക് വേഗം ഒരു റെന്റൽ അഗ്രിമെന്റ് റെഡിയാക്കി തരണേ. ഞാൻ നിനക്കൊരു ID പ്രൂഫ് അയച്ചു വെക്കാം. ആ ഓക്കെ മാഡം, അതയച്ചു, ഞാൻ ശരിയാക്കി തരാം. ഉം. റെഡി ആയി കഴിഞ്ഞ ഉടനെ ഞാൻ തന്നെ വീട്ടിൽ കൊണ്ടു നീ തരാം. പെട്ടെന്ന് റെഡിയാക്കണേ. ഓക്കെ മാഡം. ഉം. എടി, ആരാന്ന് പോയി നോക്ക്. ശരി അമ്മേ. അമ്മ റെന്റൽ അഗ്രിമെന്റ് പേപ്പർ റെഡിയാക്കാനായിട്ട് പറഞ്ഞിരുന്നു. ഇത് നമ്മുടെ കൊടുത്തേക്കാമോ? ഓക്കെ. ആ. ആരായിരുന്നു വന്നത്? ആ, അമ്മേ, ജെറോസ് കട ചേട്ടൻ വന്നിട്ട് എഗ്രിമെന്റ് തന്നിട്ട് പോയി. അങ്ങനെയാണോ? ഉം. ശരി, താ. ഉം. ശരി, എനിക്ക് ലേറ്റ് ആവുന്നു. ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വരാം. ഉം. ഒരുപക്ഷെ ഞാൻ പോയ ശേഷം ആ മേലത്തെ പയ്യൻ റെന്റിനിരിക്കുന്നില്ലേ, അവൻ വന്നാ ഇത് കൊടുത്തേക്ക്. ശരി, അവിടെ വച്ചേക്ക്. ഉം. ഹും. ആ, പറയടി. അങ്ങനെയാണോ? ശരി, അതൊക്കെ വിട്. ഇന്നലെ നീ ഓഡിഷന് പോയിരുന്നില്ലേ? സെലക്ട് ആയിട്ടുണ്ടായിരുന്നു. ആ, ഞാൻ ഉറപ്പായിട്ടും ആ വെബ് സീരീസിൽ സെലക്ട് ആയെന്നാ തോന്നുന്നത്. എന്റെ ഓഡീഷൻ എടുത്തവര് വരെ ഞാൻ നന്നായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടെന്നാ പറഞ്ഞത്. ഞാൻ ഉറപ്പായിട്ടും സെലക്ട് ആവുന്നും കൂടാ പറഞ്ഞത്. അതെയോ? ഓൾ ദി ബെസ്റ്റ്. അവരെന്റെ കയ്യില് 2-3 പ്രൊഡക്ഷൻ കമ്പനിയുടെ നമ്പർ തന്നിട്ടുണ്ടായിരുന്നു. അവർക്കും ഞാൻ ഫോട്ടോസ് എല്ലാം സെൻഡ് ചെയ്തിട്ടുണ്ട്. ഉറപ്പായിട്ടും മൂവീസിലും ചാൻസ് കിട്ടുമെന്നാ തോന്നുന്നത്. അതെയോ? സത്യാണോ? ആ, അതെ. എൻ്റെ അമ്മോ. ഓ, അപ്പോ അവൾ ആക്ടറാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. ശരി ശരി. ഇതിൽ സെലക്ട് ആയി വലിയൊരു നടിയായ ഞങ്ങൾക്കും പറയാലോ നീ ഞങ്ങളുടെ ഫ്രണ്ടാന്ന്. എന്താ അങ്ങനെയല്ലേടി? താങ്ക്സ് ശരി, ഡി. ഞാൻ പിന്നെ വിളിക്കാം. ആ മോളെ, ഞാൻ ഗുരു അങ്കിളിനെ കണ്ടിട്ട് വേഗം വന്നേക്കാം. ഉം. ഞാൻ വരുന്നവരെ നീ സൂക്ഷിച്ചിരിക്കണേ. ശരി എന്നാ അമ്മേ. ശരി, ഞാൻ പോയിട്ട് വരാം. ഉം. നിങ്ങളായിരുന്നോ? അമ്മ ഇപ്പോഴാ പുറത്തു പോയത്. പക്ഷെ എന്റെ കയ്യില് എഗ്രിമെന്റ് തന്നിട്ടാ പോയത്. ഞാൻ എടുത്തോണ്ട് വരാം. ആ ശരി. ഉം.
ഇവിടാണല്ലോ വെച്ചത്. ആ, ഉം. ഇതാ. ശരി, ഓക്കെ, താങ്ക്സ്. കുഴപ്പമില്ല. അല്ല, നിങ്ങൾ സിനിമയിൽ അഭിനയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുവാണോ? ആ, അതെ. നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞാനൊരു മൂവിയിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യാണ് മാഡം. ഞങ്ങളുടെ കമ്പനിയിലെ പുതിയതായിട്ട് ഒരു പടം എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഉം. ഞങ്ങൾ എന്തെങ്കിലും ന്യൂ ഫേസ് കിട്ടുമോ എന്ന് ഞങ്ങളുടെ PR അടുത്ത് ചോദിച്ചിരുന്നു. PR ആണോ നിങ്ങളുടെ പ്രൊഫൈൽ കാണിച്ചത്. അപ്പോഴാണ് നിങ്ങൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞത്. അങ്ങനെയാണോ? ശരി, അകത്ത് വാ, നമുക്ക് സംസാരിക്കാം. ഉം. വാ, ഇരിക്ക്. ഉം. അതല്ല, നിങ്ങളുടെ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേരെന്താ? ഇനി ഞങ്ങളുടെ പ്രൊഡക്ഷന് പേരൊന്നും വെച്ചിട്ടില്ല. ആ, പ്രോജക്റ്റ് ആർട്ടിസ്റ്റിലെല്ലാം മുഴുവൻ സെറ്റായതിനു ശേഷം പ്രൊഡക്ഷന് പേര് വയ്ക്കാമെന്ന് വിചാരിച്ചു. നിങ്ങളുടെ പ്രൊഫൈല് ഞങ്ങളുടെ ഡയറക്ടറിന് ഇഷ്ടപ്പെട്ടു. നിങ്ങളെ ഓഡിഷന് വിളിക്കാന്ന് പോലും എന്നോട് ഇന്നലെ പറഞ്ഞിരുന്നു. അങ്ങനെയാണോ? ഒരുപാട് നന്ദിയുണ്ട്. ഉം. എന്റെ പ്രൊഫൈല് ഒരുപാട് പ്രൊഡക്ഷൻ കമ്പനിയിൽ ഇങ്ങനെ അയച്ചോണ്ടേ ഇരിക്കുക. പക്ഷേ എന്റെ ഫോട്ടോ എങ്ങനെ നിങ്ങളുടെ കമ്പനിക്ക് കിട്ടിയെന്ന് എനിക്ക് അറിയത്തില്ല. ശരി, ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യ്. ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും കുടിക്കാൻ എടുത്തോണ്ട് ആ, വരാം. ശരി. ഉം. ദാ. താങ്ക്സ്. ഉം. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. എനിക്കിവിടെ ഒരുപാട് പ്രൊഡക്ഷൻ കമ്പനീസ് അറിയാന്നേ. ഉം. നിങ്ങളെക്കുറിച്ച് ഞാൻ എല്ലാവരോടും പറയാം. അങ്ങനെയാണോ? ഒരുപാട് നന്ദിയുണ്ട്. ഉം. എനിക്ക് മൂവീസിലെ ഹീറോയിൻ ആവണോന്ന് ആഗ്രഹം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യുവാണെങ്കിൽ എന്റെ അവസാനം വരെ ഞാൻ നിങ്ങളെ മറക്കത്തില്ല. നിങ്ങൾ വിഷമിക്കേ വേണ്ട. എന്നെ കൊണ്ട് കഴിയാവുന്ന എല്ലാ ഹെൽപ്പും ഞാൻ ചെയ്യാം. ഞാൻ ഇതുവരെ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. ഉം. നിങ്ങൾ എൻ്റെ ഹൗസ് ഓണറല്ലേ, ഞാൻ നിങ്ങളെ സഹായിക്കാതിരിക്കും. ഓക്കെ, താങ്ക്സ്. ശരി, എൻ്റെ കോൺടാക്ട് നമ്പർ എടുത്തോളൂ. ഒരു മിനിറ്റ്, എന്റെ മൊബൈല് ഇവിടെ ആയിരുന്നു അതൊന്നും ഉണ്ടായിരുന്നത്. സാരില്ല. നിങ്ങളുടെ നമ്പർ പറയൂ, ഞാൻ സേവ് ചെയ്തോളാം. ആ, പറയൂ. 63078. ഓക്കെ, ഞാൻ എന്നാൽ പിന്നീട് വിളിക്കാവേ. ശരി എന്നാ. മറക്കാതെ നിങ്ങളുടെ ഡയറക്ടറിന്റെ അടുത്ത് എന്നെ ഒന്ന് റെഫർ ചെയ്യണേ. തീർച്ചയായും. ഞാൻ ഡയറക്ടറിനോട് പറഞ്ഞു തീർച്ചയായും മൂവിയിൽ ചാൻസ് വാങ്ങിച്ചു തരാം. ഉം. ഞാൻ എന്നാ പോട്ടെ. ശരി എന്നാ. ഉം. മോളെ, ഉം. ഞാനൊന്ന് ഹോസ്പിറ്റലിൽ വരെ പോയി ആന്റിക്ക് ഭക്ഷണം കൊടുത്തിട്ട് വരാം. മോള് വന്നൊന്ന് ഡോർ ലോക്ക് ചെയ്യേ. ശരി അമ്മേ, വാ. ഉം. ശരി, സൂക്ഷിച്ചിരിക്കേ. ശരി അമ്മേ. വേഗം വരാം. ഉം. ഹായ്. നിങ്ങളോ? ഹായ്. എൻ്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയി. എൻ്റെ ചാർജർ റിപ്പയർ ആയെന്ന് തോന്നുന്നത്. ചാർജ് ശരിക്കും കയറുന്നില്ല. നിങ്ങളുടെ അടുത്ത് ചാർജർ ഉണ്ടോ? ഉണ്ടല്ലോ. അല്ല, നിങ്ങളുടെ ഫോൺ സി ടൈപ്പ് ആണോ? ആ, അതെ. 35 വോൾട്ട് ചാർജറാ ഉള്ളത്. ഓക്കെ ആണോ? എന്തായാലും സാരമില്ല. എനിക്ക് ഒരുപാട് പ്രധാനപ്പെട്ട കോൾസ് വരും. ഈ സമയം നോക്കി എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലാതെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി. നിങ്ങൾ ചാർജർ തരുവാണെങ്കിലേ ഞാൻ ചാർജ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നേക്കാം. ശരി, നിക്ക്. ഞാൻ ഇപ്പൊ തന്നെ ചാർജർ എടുത്തോണ്ട് വരാം. ദാ, ചാർജ് ചെയ്തിട്ട് തന്നാ മതി. ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഉം. നിങ്ങൾ എന്താ, ഞാൻ സിനിമയിൽ നിങ്ങൾക്ക് ഒരുപാട് ചാൻസ് വാങ്ങിച്ചു തരാൻ പോവല്ലേ. ആ, പക്ഷെ ഇതുവരെ നിങ്ങൾ എന്നെ പുറത്ത് നിർത്തിയാണ് സംസാരിക്കുന്നതൊക്കെ. എന്നെ അകത്തേക്കൊന്നും വിളിക്കില്ലേ? അയ്യോ സോറി. ശരി, അകത്ത് വാ. ഹ. വാ, ഇരിക്ക്. ഉം.
അതിരിക്കട്ടെ, നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങൾ വേറെ പ്രൊഡക്ഷൻ കമ്പനിയിലേക്കൊക്കെ അയച്ചോ? ആ, ഒരുപാട് കമ്പനിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ആക്ട് ചെയ്യാൻ ചാൻസ് കിട്ടിയിട്ടില്ല. ശരി, നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ട്. സംസാരിക്കട്ടെ? അങ്ങനെയാണോ? ശരി, പറഞ്ഞോളൂ. ഞാൻ ഇന്നലെ ഞങ്ങളുടെ ഡയറക്ടറിനോട് നിങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴേ നിങ്ങൾക്ക് ഹീറോയിൻ്റെ ചാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞു. സത്യാണോ? ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത് കൊണ്ട് ഒന്നും വിചാരിക്കരുത്. നിങ്ങൾക്ക് ഈ ചാൻസ് വാങ്ങിച്ചിരുന്നത് കൊണ്ടേ എനിക്ക് എന്തെങ്കിലും ലാഭം കിട്ടിയാൽ നന്നായേനെ. അതെ, ഇത് ചോദിക്കാനാണോ ഇത്ര മടിയുള്ളത്? എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് 1% ഞാൻ തരാം. പേഴ്സൻറ്റേജ് ഒന്നും എനിക്ക് വേണ്ടെന്നേ. അങ്ങനെയാണോ? വേറെന്താ വേണ്ടത്? നിങ്ങൾ എനിക്ക് വേറെ എന്തെങ്കിലും തരുവാണെങ്കിൽ കൊള്ളായിരുന്നു. വേറെന്ന് വെച്ചാ എന്താ ചോദിക്കുന്നത്? നിങ്ങൾ എൻ്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുവാണെങ്കിലേ എനിക്കറിഞ്ഞ എല്ലാ ഡയറക്ടേഴ്സിനോടും പറഞ്ഞ് നിങ്ങളെ ഇൻഡസ്ട്രിയിലെ വലിയ ആക്ടേഴ്സ് ആക്കാൻ വിചാരിക്കുന്നു. ഹലോ, എന്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ നിങ്ങൾക്ക് എത്ര ധൈര്യമുണ്ട്? കുറച്ചുപോലും നാണമില്ലാതെ എങ്ങനെ ഇങ്ങനെ ചോദിക്കുന്നത്? ഞാൻ നിങ്ങളെ ഒരു നല്ലവനാണെന്ന് വിചാരിച്ചത്. നിങ്ങൾ കാരണം എനിക്ക് സിനിമയിൽ എന്തെങ്കിലും ചാൻസ് കിട്ടിയെന്ന് വിചാരിച്ചപ്പോ നിങ്ങളാണെങ്കിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എനിക്ക് ഒരു ചാൻസും വേണ്ട. അതെ, ധൃതിപ്പെടരുത്. ഇത് നിങ്ങൾ കിട്ടിയ നല്ലൊരു അവസരമാണ്. കാരണം ഞങ്ങളുടെ വലിയ പ്രൊഡക്ഷനാ. ഞങ്ങളുടെ മൂവിയിൽ നിങ്ങൾ ഹീറോയിനായിട്ട് അഭിനയിച്ചാലുണ്ടല്ലോ, പിന്നെ നിങ്ങളുടെ തലയിൽ തന്നെ മാറിയേക്കും. അത്രയ്ക്ക് റീച്ച് ആവുന്നേ. പിന്നീട് നിങ്ങൾക്ക് വലിയ വലിയ സിനിമകളിലൊക്കെ ചാൻസ് കിട്ടുന്നേ. പിന്നീട് നിങ്ങൾ ലക്ഷക്കണക്കിൽ, എന്തുകൊണ്ട് കോടിക്കണക്കിൽ ശമ്പളം വാങ്ങാം. പിന്നെന്താ, ഓഡി കാറ്, BMW, കോടിക്കണക്കിന് വിലയുള്ള ബംഗ്ലാവ് പോലും വാങ്ങാം. ഇത് നിങ്ങൾ കിട്ടിയ വലിയൊരു അവസരമാണ്. ഇതുപോലത്തെ ഒരു ചാൻസ് ഒരിക്കലും മിസ്സാക്കരുത്. നിങ്ങളൊരു പ്രാവശ്യം ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഓർത്ത് ചിന്തിച്ച് നല്ല ഡിസിഷൻ എടുക്കൂ. ഓക്കെ അല്ലേ? ഒരുപക്ഷെ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. എന്താ ശരിയല്ലേ? നിങ്ങൾ മാത്രം ഞാൻ പറഞ്ഞ പോലെ ചെയ്യുവാണെങ്കിലേ പിന്നെ നിങ്ങൾ ഈ ഇൻഡസ്ട്രിയിലെ വലിയ ഹീറോനായിരിക്കും. ശരി, ഞാൻ എന്നാ പോട്ടെ. എന്താ ഇത് ഇങ്ങനൊക്കെ പറയുന്നത്? ഇയാള് പറയുന്നതൊക്കെ കേൾക്കുമ്പോ നന്നായിട്ടുണ്ട്. ഇയാളെ വിശ്വസിക്കാവോ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇപ്പൊ എന്താ ചെയ്യാ? ഹലോ, ആരാ? എന്താന്നേ, എന്റെ ശബ്ദം കേട്ട് പോലും തിരിച്ചറിയാൻ കഴിഞ്ഞില്ലേ? നിങ്ങളാണോ? പറയേ. ഞാൻ പറഞ്ഞ കാര്യം ആലോചിച്ച് നോക്കിയോ? നിങ്ങൾ മാത്രം ഓക്കെ പറയുവാണെങ്കിൽ ഞാൻ നിങ്ങളെ വലിയ ഹീറോനായി കാണിക്കാം. നിങ്ങൾ മാത്രം ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുവാണെങ്കിൽ പിന്നെ നിങ്ങളുടെ ഭാവി മിന്നി തിളങ്ങും. നിങ്ങൾ ഓക്കെ എന്ന് പറഞ്ഞാലേ ഞാൻ നിങ്ങളെ ഒരു വലിയ ഹീറോനാക്കാം. നിങ്ങളെ എൻ്റെ റൂമിലേക്ക് ഒരു തവണ വന്നാൽ മതി. എന്തു പറയുന്നു? നിങ്ങളായിരുന്നോ? വരൂ, ഇരിക്കൂ. എന്നാ നിൽക്കുന്നേ? ഇരിക്കുന്നേ. നിന്റെ തീരുമാനം ഇപ്പോൾ വളരെ ശരിയാണ്. നീ ഈ വർഷത്തിലെ വലിയൊരു ഹീറോനായിരിക്കും. ഈ നിമിഷം മുതൽ നിനക്ക് നല്ല സമയം സ്റ്റാർട്ടായി കഴിഞ്ഞു. അടുത്ത ആഴ്ച ഞങ്ങളുടെ മൂവിയിൽ ഞാൻ നിന്നെ ഹീറോനാക്കിയിരിക്കും. ഇതെന്താ വാതില് പുറത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുന്ന? ശ്രുതി, 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 ഇവളിതെവിടെ പോയി? ഒന്ന് CCTV ക്യാമറ ചെക്ക് ചെയ്താലോ?
ഇവളെന്തിനാ മേലെ പോകുന്നു? ജീവിതത്തിൽ എപ്പോഴും ഇതേപോലെ ബുദ്ധിപരമായി വേണം തീരുമാനം എടുക്കാൻ. നിന്റെ ഈ തീരുമാനം ഉണ്ടല്ലോ നിന്നെ എവിടെ കൊണ്ടുപോയി എത്തിക്കുന്ന അറിയോ? ഈ സമയത്താരാ? ഏയ്, രണ്ടാളും റൂം ലോക്ക് ചെയ്ത് എന്താ ഇവിടെ ചെയ്യുന്നത്? അത് എടി, നിനക്ക് ഇവിടെ എന്താ കാര്യം? ചോദിക്കുന്നില്ലേ മേലെ എന്തിനാ വന്ന്? പറയടി, ഇവന്റെ റൂമിലേക്ക് നീ എന്തിനാ വന്ന്? അമ്മേ, ഇയാൾ എനിക്ക് മൂവിയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ചാൻസ് വാങ്ങി തരാന്ന് പറഞ്ഞായിരുന്നു. മൂവിയിൽ ചാൻസ് വേണമെങ്കിൽ ഇയാൾ പറയുന്ന കൂട്ടൊക്കെ ചെയ്യണോന്ന് ഇയാൾ പറഞ്ഞ് അതാ വന്നത്. എടാ, ആരാടാ നീ? നീ എന്നോട് IT-യിലാണ് ജോലി എന്നല്ലേ പറഞ്ഞത്? നീ എങ്ങനെ എന്റെ മകൾക്ക് പടത്തിൽ ചാൻസ് വാങ്ങിക്കൊടുക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നീ എന്റെ മകളെ ഇതും പറഞ്ഞ് പറ്റിക്കുകയായിരുന്നോ? റാസ്കൽ, നീ ചെയ്ത കാര്യത്തിന് നിന്നെ വെറുതെ വിടാൻ പാടില്ല. നിന്നെ പോലീസിൽ പിടിച്ചുകൊടുത്ത് ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. വാ. മാഡം മാഡം സോറി മാഡം, പ്ലീസ് മാഡം എന്നോട് ക്ഷമിച്ചേക്കും മാഡം. ഞാൻ അറിയാതെ എന്തൊക്കെയോ ചെയ്തു പോയി മാഡം, എന്നോട് ക്ഷമിച്ചേക്കും മാഡം. ഇനി ഇങ്ങനെ ചെയ്യില്ല മാഡം. എടാ, നിന്നെ ഞാൻ നല്ലവനാണെന്നാ കരുതിയത്. പക്ഷെ നീ എന്റെ മകളുടെ ലൈഫ് തന്നെ പാഴാക്കാൻ നോക്കുന്നോ? നിന്നെയൊന്നും വെറുതെ വിടാൻ പാടില്ല. നടക്കടാ പോലീസ് സ്റ്റേഷനിലേക്ക്. സോറി മാഡം, അറിയാതെ ചെയ്തു പോയതാ. ഞാൻ ഇനി ആരോടും ഇങ്ങനെ ഒരിക്കലും പെരുമാറില്ല മാഡം. ഈ ഒരു തവണ എന്നോട് ക്ഷമിച്ചേക്കും മാം. നീ എന്റെ മകളെ പറ്റിക്കാൻ നോക്കിയ പോലെ എത്ര പേരെ പറ്റിക്കാൻ നോക്കിയെന്ന് ആർക്കറിയാം? നിന്നെയൊന്നും വെറുതെ വിടാൻ പാടില്ല. വാടാ. മാഡം മാഡം സോറി മാഡം. വാടാ. മാഡം മാഡം പ്ലീസ് മാഡം. വാ മാഡം ഇങ്ങോട്ട്. മാഡം 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 പ്ലീസ് മാഡം. മാഡം മാഡം വാടാ. മാഡം